നമസ്കാരം മക്കളെ, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അടിപൊളി പോസ്റ്റാണ് റൂം ബോയ് എന്ന് പറയുന്നത് അല്ലെ. കുറെ അധികം ആളുകൾ അപ്ലൈ ചെയ്യാനിരിക്കുന്ന 118ഓളം വേക്കൻസികളുള്ള ഒരു പോസ്റ്റാണ് റൂം ബോയ്. ഇനിയും വേക്കൻസി റിവൈസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേക്കൻസി ഒക്കെ കൂടാം. നിലവിൽ എത്രയുണ്ട്? 118ഓളം വേക്കൻസിയുള്ള ഒരു പോസ്റ്റാണ് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ്. എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. LDC എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ റൂം ബോയ്, ഇവിടെ എല്ലാ സംശയങ്ങളും നമുക്ക് ദൂരീകരിച്ചുകൊണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. മക്കളെ, ആദ്യം അതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ദേവസ്വം ബോർഡിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ ദേവസ്വം ബോർഡ് സൈറ്റിലേക്ക് കയറുകയാണ്. അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ നീല കളറാണ്, പക്ഷേ റെഡ് കളറിലുള്ള ഒരു ഐക്കണിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പോയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ കാൻഡിഡേറ്റ് ലോഗിൻ ID വരും. ഇവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ ആധാറിലുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് വരും. അതിനുശേഷം ആധാർ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് വരും. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ എന്ത് പാസ്വേഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ഒരു അപ്പർ കേസ് ഉണ്ടാവണം, ഒരു ലോവർ കേസ് ഉണ്ടാവണം, അതിനുശേഷം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, ദെൻ നമ്പേഴ്സ് ഉണ്ടാവണം. ഇങ്ങനെ എല്ലാം കൂടി 8 ലെറ്റേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് ഒരു പാസ്വേഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അതിന് താഴെ ആ പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം ഒരു ക്യാപ്ച എൻ്റർ ചെയ്യുക. രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രൊഫൈലിൽ രജിസ്റ്റർ ആവും. അങ്ങനെ രജിസ്റ്റർ ആകുന്ന സമയത്ത് ക്യാപ്ചയും കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ആകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വെരിഫിക്കേഷൻ വരുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദെൻ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നു. ആ OTP സബ്മിറ്റ് ചെയ്യുക. OTP ടൈപ്പ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ഒരു ഗ്രീൻ ടിക്കോട് കൂടി നിങ്ങൾ OTP അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അക്സെപ്റ്റ് ചെയ്തു, വെരിഫൈ ചെയ്തു എന്ന് വരുന്നു. അതിനുശേഷം ഈ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പ്രൊഫൈലിലേക്ക് അല്ലെ പുതിയ ടാബിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും. അങ്ങനെ പോയതിനു ശേഷം നിങ്ങൾ ഇപ്പോൾ നൽകിയ ഇമെയിൽ IDയും പാസ്വേഡും അടിച്ച് നിങ്ങളുടെ ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്ത് സൈനിങ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിലവിൽ അടിച്ചിട്ടുള്ള മെയിൽ IDയും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും ദെൻ അതേപോലെ നിങ്ങളുടെ ക്യാപ്ചയും കൂടി കൊടുത്തിട്ട് സൈനിങ് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു OTP വരുന്നു. ആ OTP വെരിഫൈ കൊടുക്കുക. വെരിഫൈ OTP കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തു? എൻ്റർ ചെയ്തു. ഓക്കെ അല്ലടാ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കണം. അതിനെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് ഇങ്ങനെ ഒരു സ്ക്രോൾ ഡൗൺ ബാർ ഓപ്പൺ ആയിട്ട് വരുന്നു. അതിൽ പ്രൊഫൈൽ എൻട്രി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കണം. നിങ്ങളുടെ പൂർണ്ണമായ പേര് അവിടെ വരും. ദെൻ മലയാളത്തിലുള്ള പേര് കൊടുക്കണം. ഈ മലയാളത്തിലുള്ള പേര് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങളുടെ വാട്സപ്പിൽ മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് കോപ്പി ചെയ്ത് വിടാൻ പറ്റും. ഇവിടെ ചിലപ്പോൾ മലയാളം ടൈപ്പ് ചെയ്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ആ സാധനം കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്താൽ മതി? പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലടാ? അങ്ങനെ മലയാളത്തിൽ പേര് കൊടുക്കുന്നു. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് വേർഡ്സിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്ത് കിട്ടും? ടൈപ്പായിട്ട് കിട്ടും. ദെൻ വയസ്സും ഇവിടെ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കും. ദെൻ അതിനുശേഷം നിങ്ങളുടെ മാതൃഭാഷ, നിങ്ങളുടെ പൗരത്വം എവിടെയാണ്, നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ പേര്, രക്ഷകർത്താവുമായുള്ള ബന്ധം, അതേപോലെ തന്നെ നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ മൊബൈൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങളുടെ കാറ്റഗറി ഏതാണ്? നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, SC ആണോ, ST ആണോ, അല്ലെങ്കിൽ ജനറൽ EWS ആണോ? ജനറൽ EWS ഉണ്ടെങ്കിൽ നിങ്ങൾ EWS എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ മതം ഏതാണ്? നിങ്ങൾ നായർ കമ്മ്യൂണിറ്റി ആണോ, നിങ്ങൾ SNDP ആണോ, ഏത് കമ്മ്യൂണിറ്റി ആണെന്നുള്ളത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ജാതി ഏതാണ്? ഇവിടെ നിങ്ങളെ മതം അത് ഹിന്ദു എന്ന മതമാണ്. ഇവിടെയാണ് നിങ്ങൾ നായരാണോ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണോ എന്നുള്ളത് കൊടുക്കേണ്ടത്. ദെൻ അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംവരണാനുകൂല്യം എലിജിബിൾ ആണോ എന്ന് ചോദിക്കും. അത് ജനറൽ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ നോ എന്ന് തന്നെ വരും. ദെൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ യെസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ആയിരിക്കും വരിക. ദെൻ നിങ്ങൾ ഏതെങ്കിലും ജോലി ദേവസ്വം ബോർഡിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾ ഭിന്നശേഷിക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന റൂം ബോയ് പോലെയുള്ള പോസ്റ്റുകൾക്ക് ഭിന്നശേഷി പ്രകാരമുള്ള റിസർവേഷനുകളൊന്നും കിട്ടില്ല. പക്ഷേ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാം. ഡിസേബിൾഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നോ പ്രോബ്ലം. പക്ഷേ റിസർവേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് ഉടനെ ആകുമെന്ന് പ്രതീക്ഷിക്കാം. ദെൻ വിധവയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതേപോലെ ഇമെയിൽ വിലാസം, നിങ്ങളുടെ ഹൗസ് നമ്പർ, അത് നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ
നിങ്ങൾക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇത്രയും കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ പോകുന്നത് ഇതേപോലെ ഒരു ബട്ടണിലേക്കായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത മുഴുവൻ കാര്യങ്ങളുടെ ഡിസ്പ്ലേ ചെയ്യും. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. കൃത്യമായിട്ട് റീഡ് ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും എൻ്റർ ചെയ്യാനായിട്ട് വരും. അവിടെ ഓർക്കുക, നിങ്ങളുടെ ഫോട്ടോയുടെ താഴെ നിങ്ങളുടെ പേര്, നെയിം ഉണ്ടാവണം. അതേപോലെ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ആ ഒരു ഡേറ്റ് കൂടി, എന്നാണ് ഫോട്ടോ എടുത്തതെന്നുള്ള ഡേറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ആ ഫയല് 30 KB താഴെ മാത്രമേ ഫയലിന് സൈസ് ഉണ്ടാവാൻ പാടുള്ളൂ. അത് JPG ഫയലായിരിക്കണം, JPG ഫോർമാറ്റിലായിരിക്കണം. എങ്കിൽ മാത്രമേ അത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് 30 KB താഴെയുമായിരിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, അത് 150 വിഡ്ത്ത്, 200 ഹൈറ്റ്, 150 വിഡ്ത്ത്, 200 ഹൈറ്റ്, ഈ ഒരു സൈസിലായിരിക്കണം അത് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ചൂസ് ഫയൽ കൊടുക്കുക. ഇവിടെ അപ്ലോഡ് ഫോട്ടോ കൊടുത്തു കഴിയുമ്പോൾ അത് അപ്ലോഡ് ആകും. അതിനുശേഷം സിഗ്നേച്ചർ എടുക്കുക. സിഗ്നേച്ചർ 30 KB താഴെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 150 വിഡ്ത്ത്, 100 ഹൈറ്റ്, ഈ ഒരു രീതിയിലായിരിക്കണം അത് ക്രമീകരിക്കേണ്ടത്. 150 വിഡ്ത്ത്, 100 ഹൈറ്റ്. ചൂസ് ഫയൽ കൊടുക്കുക. അപ്ലോഡ് സിഗ്നേച്ചറും കൊടുത്തു കഴിയുമ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ആകുന്നു. ഇത് നിങ്ങൾക്ക് പിന്നീട് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് തിരുത്താനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഓർത്തേക്കുക. അതിനുശേഷം ഇവിടെ മോളിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഏതാണ് ലെവൽ, SSLC ആണെങ്കിൽ SSLC എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ SSLC കൊടുക്കുക. കോഴ്സിന്റെ ടൈപ്പ്, അത് റെഗുലർ ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക. സബ്ജക്ട് ജനറൽ എന്നായിരിക്കും SLCക്ക് വരിക. മറ്റുള്ള +2 ഒക്കെ ആണെങ്കിൽ സബ്ജക്ട് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ്, കേരള എഡ്യൂക്കേഷൻ ബോർഡ്. അതിന്റെ രജിസ്റ്റർ നമ്പർ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉള്ള രജിസ്റ്റർ നമ്പർ. ഇയർ ഓഫ് പാസിംഗ്, മന്ത് ഓഫ് പാസിംഗ്, എത്രയാണ് ക്വാളിഫിക്കേഷൻ, ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ, പെർസെൻറ്റേജ് എത്രയാണ്, 90%, 99%. ഗ്രേഡ് ഏതാണ്, A ഗ്രേഡ്, B ഗ്രേഡ് എന്നുള്ളത്. ഇവിടെ ഫയൽ ചൂസ് ചെയ്യുക. അതിപ്പോൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ അല്ലടാ, ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ, ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്യാൻ നേരത്ത് ജനറൽ സർട്ടിഫിക്കറ്റിൽ എല്ലാ കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഏജ്, നിങ്ങൾ EWS ആണെങ്കിൽ EWS ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് വരും. അവിടെ നിങ്ങൾ ഏജ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ നിങ്ങളുടെ SSLC ബുക്ക് നിങ്ങൾക്ക് കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം അത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ടൈമിൽ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൊടുക്കുകയാണെങ്കിൽ അവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും, അതായത് നിങ്ങൾ കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ വരും. നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ എല്ലാം അവിടെ കാണിക്കും. അത് കൃത്യമായിട്ട് ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക. നോക്കിയതിന് ശേഷം, അതാണ് ഇവിടെ പ്രൊഫൈൽ പ്രിവ്യൂ, ആ ഒരു പ്രിവ്യൂവിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെ പ്രൊഫൈൽ വിവരങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറയുന്നത്. അതിനുശേഷം നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് എടുക്കുക. നോട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്ന ആ പോസ്റ്റ് എടുക്കുക. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് റൂം ബോയ് ആണ്. അപ്പോൾ റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് എടുക്കുക. റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് എടുക്കുമ്പോൾ ഓർക്കുക, ഇവിടെ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക. ഈ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുമ്പോൾ അവിടെ ഇൻഎലിജിബിൾ എന്നായിരിക്കും നിങ്ങൾ കാണുക. ഓക്കെ, ഇൻഎലിജിബിൾ എന്നായിരിക്കും കാണുക. കാരണം ഇപ്പോൾ ഏതാണെങ്കിലും, ഇപ്പോൾ കൗബോയ് ആണെങ്കിൽ കൗബോയ്, അല്ലെങ്കിൽ റൂം ബോയ് ആണെങ്കിൽ റൂം ബോയ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഎലിജിബിൾ എന്ന് കാണും. അതിന്റെ കാരണം അത് 7th സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് അല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇൻഎലിജിബിൾ എന്ന് കാണുന്നത്. അവിടെ റീസൺ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻഎലിജിബിൾ എന്നുള്ളതിൻ്റെ റീസൺ നമുക്ക് നോക്കാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വരും. നിങ്ങൾക്ക് അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ 7th സ്റ്റാൻഡേർഡ് വരും. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇൻഎലിജിബിൾ ആയിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾ അപ്ലൈ വിത്ത് ഇക്വലൻസി കൊടുക്കുക. ആ ഇക്വലൻസി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഇക്വലൻസ് ആയിട്ട് SSLC കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഫയൽ കൂടി എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. ആ ഫയൽ 2 MB താഴെ ആയിരിക്കണം. അത് 2 MB താഴെ ആക്കിയിട്ടുള്ള ഫയൽ വേണം അവിടെ അപ്ലോഡ് ചെയ്യാൻ. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകാൻ പറ്റും. SLC ചൂസ് ഫയൽ കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അവിടെ മലയാളം, കന്നഡ, തമിഴ്, ഈ 3 ലാംഗ്വേജുകളെ പറ്റുള്ളൂ. അപ്പോൾ മലയാളം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, യെസ് കൊടുക്കുക. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, ബാക്കി 3 നിങ്ങൾക്ക് നോ കൊടുക്കാം. അതായത് നിങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ടോ, നിങ്ങളെ ഡിബാർ ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സബ്മിറ്റും കൂടി നിങ്ങൾ കൊടുത്തതിന് ശേഷം, ഈ ഒരു സബ്മിറ്റും കൂടി നിങ്ങൾ കൊടുത്തതിന് ശേഷം നേരെ നിങ്ങൾ നിങ്ങളുടെ അകത്തുള്ളൊരു, അതായത് നമ്മുടെ ഫർദർ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. ഇവിടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നാണെന്ന് നോക്കേണ്ട. നമ്മൾ റൂം ബോയ്ക്കാണെങ്കിലും ലോവർ ഡിവിഷൻ ആണെങ്കിലും ബാക്കി എല്ലാത്തിനും ഇനിയുള്ള പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. പഴയതുപോലെ തന്നെ എല്ലാത്തിലും സെയിം ആണ്.
ദെൻ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോട്ടോയിൽ എന്ത് പേരാണോ കൊടുത്തിട്ടുള്ള പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഫോട്ടോയിൽ എന്ത് ഡേറ്റ് ആണോ ആ ഒരു ഡേറ്റ് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോട്ടോയിലുള്ള ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ എല്ലാം ടിക്കറ്റ് കൊടുക്കുക. ദെൻ അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ദെൻ അതിനുശേഷം നിങ്ങൾ അകത്തോട്ട് കയറുന്നു. നിങ്ങളുടെ പോസ്റ്റും കാര്യങ്ങളും എല്ലാം അവിടെ വരുന്നുണ്ട്. ദെൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ദെൻ അവിടെ 500 എന്നാണ് കിടക്കുന്നത്. ഇത് LTCയുടെ ഫീസാണ്. നിങ്ങൾക്ക് 300 രൂപ മാത്രമാണ് ഇവിടെ വരുന്നത്. നിങ്ങളെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ് റൂം ബോയ്ക്ക് വരിക. 150 രൂപയാണ് SC അല്ലെങ്കിൽ ST കാറ്റഗറിക്ക് വരിക. ബാക്കി എല്ലാവർക്കും 300 രൂപയാണ്. 500 അല്ല, 500 LD ക്ലർക്കിനാണ്. അപ്പം 300 രൂപ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റർ ചെയ്യുക. ദെൻ സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ആർ യു ഷുവർ എന്ന് ചോദിക്കും. അവിടെ സബ്മിറ്റ് ഇറ്റ് എന്ന് കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങളുടെ ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാണ്. അതിന് പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ദെൻ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നു. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാം. അങ്ങനെ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ പേയ്മെൻറ്റിലേക്ക് പോകുക. അവിടെ UP അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലോടുകൂടി ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഈ ഒരു റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആയിക്കോട്ടെ, 7th സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 7th സ്റ്റാൻഡേർഡ് ഇക്വലൻസി കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ അവിടെ സബ്മിറ്റഡ് എന്ന് പച്ച ബട്ടണിൽ കാണാൻ കഴിയും. ദെൻ അവിടെ ഈ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അതായത് ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള ബാച്ചുകൾ ആരംഭിക്കുകയാണ്. നമുക്ക് 2 ബാച്ചുകളാണ് നിലവിലുള്ളത്. ഒന്ന് LDC ബാച്ച്, രണ്ടാമത്തേത് 7th സ്റ്റാൻഡേർഡ് ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസസിൽ അടിപൊളി കണ്ടന്റുകൾ, കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്രയും വേഗം ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.